അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് പോക്കറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അപ്പോൾ ഞാനിതിവിടെ കുബൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും, ഒരു ഹാഫ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും, ഒരു ഹാഫ് സവാള കട്ട് ചെയ്തതും, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണിത്. ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഹാഫ് കുക്കുംബർ കട്ട് ചെയ്തതും, പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതും, പിന്നെ കുറച്ച് ലെറ്റ്യൂസുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഹോം മെയ്ഡ് മയോണൈസ്, ഞാൻ ഇതും കൂടെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഈ പച്ചക്കറികളെല്ലാം എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേക്സാണ് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മയോണൈസ് കൂടെ ചേർത്താൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ കുബൂസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുബൂസ് ഇതുപോലെ വലിയ ഷീറ്റാക്കി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്ര സൈസാക്കിയിട്ട് നമ്മൾ കുബൂസ് കട്ട് ചെയ്തിട്ട് നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുബൂസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുബൂസിൻ്റെ സൈഡ് നമ്മൾ ഇതിലേക്കാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ എഗ് പോക്കറ്റ്സും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഫ്രൈ ചെയ്തെടുക്കാത്തതിനെ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഇഫ്താർ ടൈമിലൊക്കെ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.